CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പാവറട്ടിയിൽ മകൻ മാതാവിനെ വെട്ടിക്കൊന്നു. പാവറട്ടി കുണ്ടുവക്കടവ് റോഡിൽ തരകൻ വീട്ടിൽ 71 വയസ്സുള്ള ഡോളി ചെറിയാനാണ് മകന്റെ വെട്ടേറ്റു മരിച്ചത്. സംഭവത്തിൽ മകൻ ബെൻഹറിനെ പാവറട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഓണക്കാലത്ത് പരിശോധന ശക്തമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനു ശേഷം ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിങ്ങപ്പുലരിയിൽ കണ്ണനെ കാണാൻ വൻ ഭക്തജന തിരക്ക്. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി ബിന്ദു കൃഷ്ണ എന്നിവർ സന്ദർശനം നടത്തി. പന്നിത്തടത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാറേമ്പാടം സ്വദേശി 25 വയസ്സുള്ള അദിൻ ആണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരനായ പാഴിയോട്ടുമുറി സ്വദേശി നന്ദകുമാർ, ബൈക്ക് യാത്രക്കാരൻ പെരുമ്പിലാവ് സ്വദേശി കിഷൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 8ഓടെയാണ് അപകടമുണ്ടായത്. കാർഷിക സമൃദ്ധി വിളിച്ചോതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഇല്ലം നിറയെ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. കടവല്ലൂർ കല്ലുംപുറത്ത് സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. കോട്ടയ്ക്കൽ എടരിക്കോട് സ്വദേശി 34 വയസ്സുള്ള സാബിറിനാണ് പരിക്കേറ്റത്. ഇയാളെ നാട്ടുകാർ ചേർന്ന് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. ഗുരുവായൂർ തിരുനാവായ റെയിൽവേ പദ്ധതിക്കുള്ള നിർദ്ദിഷ്ട ഭൂമി വേഗത്തിൽ ഏറ്റെടുത്ത് റെയിൽവേ ബോർഡിന് കൈമാറണമെന്ന് BMS ഗുരുവായൂർ മേഖലാ സമ്മേളനം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മാറ്റം അനിവാര്യമാണ് എന്ന മുദ്രാവാക്യമുയർത്തി CPI സെപ്റ്റംബർ 1 നടത്തുന്ന ഡൽഹി മാർച്ചിന്റെ പ്രചരണാർത്ഥം കടങ്ങോട് ലോക്കൽ കമ്മിറ്റി കാൽനട പ്രചാരണ ജാഥ നടത്തി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിന്റെ ഭാഗമായി ഒരുക്കധ്യാനം നടത്തി. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ കർഷക ദിനത്തോടനുബന്ധിച്ച് മികച്ച കർഷകർക്കായി പഞ്ചായത്ത് തലത്തിൽ നൽകിയ അവാർഡിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് BJP കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി ധർണ നടത്തി. കാർബൺ ന്യൂട്രൽ മണലൂർ പദ്ധതിയുടെ ഭാഗമായി കണ്ടാണശ്ശേരി പഞ്ചായത്തും കുടുംബശ്രീ CDSും ചേർന്നു നടപ്പിലാക്കുന്ന കുറുന്തോട്ടി കൃഷിക്ക് തുടക്കമായി. പുന്നയൂർക്കുളം പഞ്ചായത്തിലെ വാതക ശ്മശാനം പണിമുടക്കിയതോടെ ദുരിതത്തിലായി നാട്ടുകാർ. പ്രശ്നപരിഹാരത്തിന് ആത്മാർത്ഥമായ നടപടികൾ വേണമെന്ന ആവശ്യം ശക്തം. 2 ദിവസം മുമ്പാണ് ഫാൻ തകരാറിലായതിനെ തുടർന്ന് ശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചത്. എരുമപ്പെട്ടി പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണം സഹകരണ വിപണി കരിയന്നൂർ സെന്ററിൽ ആരംഭിച്ചു. ഗുരുവായൂർ മമ്മിയൂരിൽ വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്ന് 4 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. തച്ചിലത്ത് ദേവദാസിന്റെ വീട്ടുമുറ്റത്തെ കിണറ്റിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് UDF സർക്കാർ പിന്മാറുക, മതേതരത്വം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി SDPI സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.